എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ഒരു ശബ്ദം, ഒരു വോയിസ് ഇന്ന് നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ ശബ്ദം. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് എഫെസ്യ ലേഖനം 1:5-6 വചനങ്ങളാണ്. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ മക്കളായി ദത്തെടുത്തതിന് സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. അവൻ പ്രിയനായവനിൽ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കുമായതിന് തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബിലവഡ്, ദൈവത്തിന്റെ ആമേൻ പ്രിയൻ ആയവൻ. ഇന്ന് ഒരു ആമേൻ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പ്രിയനായവൻ, ബിലവഡ്, ഗോഡ്സ് ബിലവഡ്. എങ്ങനെയാണ് ദൈവത്തിന്റെ ബിലവഡ് ആയിരിക്കുന്നത്? ദൈവത്തിന്റെ പ്രിയൻ ആയിരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവനായിരിക്കും. ഇവിടെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ മക്കളായി ദത്തെടുത്തേണ്ടതിന് സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. ബിലവഡായി ദൈവത്തിന്റെ ആമേൻ സ്തോത്രം, പ്രിയനായവന് ആമേൻ പ്രിയനായി ദത്തെടുത്തേക്കോ, മക്കളായി, കർത്താവിന്റെ മക്കളായി ദത്തെടുത്തേക്കോ. പ്രിയ മക്കൾ, ബിലവഡ്, ഗോഡ്സ് ബിലവഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആമേൻ സ്തോത്രം സ്നാപ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റ ആ സമയം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം, എൻ്റെ പ്രിയ ആമേൻ പ്രിയനായവൻ, എൻ്റെ പ്രിയ ആമേൻ മകൻ, എൻ്റെ പ്രിയവൻ, ഗോഡ്സ് ബിലവൻ. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ ആമേൻ സ്തോത്രം ആ വാക്തത്വം അല്ലെ ദൈവം പറയുന്നത് അനുസരിച്ചാൽ ദൈവത്തിന്റെ പ്രിയ മക്കളായി നമ്മൾ മാറും. ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രിയൻ ആയിരിക്കും. ഗോഡ്സ് ബിലവഡ്. ഹല്ലേലൂയ. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് തന്നെ. ഹല്ലേലൂയ. ഗോഡ്സ് ബിലവഡ് ആകുവാൻ, ദൈവത്തിന്റെ ആകുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ, ദൈവത്തിന്റെ ആമേൻ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ഈ ദിവസങ്ങളിൽ മാറട്ടെ. ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിന്റെ ആമേൻ കൃപയ്ക്കകത്ത് നിൽക്കുന്നവരായി, ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി ഈ ദിവസങ്ങളിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആമേൻ ഈ ചിന്ത ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറ്റട്ടെ. ഹല്ലേലൂയ. God bless you. Have a nice